ഈ വർഷം +2 കഴിഞ്ഞ ഒരാൾ നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേഗം ഈ വീഡിയോ ഷെയർ കൊടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങളുടെ പലരുടെയും ആശങ്കകൾക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഫ്റ്റർ +2 ഞാൻ ഇനി എന്താണ് ചെയ്യാൻ സാറേ? മെജോറിറ്റി ആളുകളുടെയും ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞു, ഇനി എന്ത് അടുത്തത്? കുറേ ആൾക്കാർ ഒരു ഫ്ലോ വിത്ത് എന്താ പറയുക, ഗോ വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ഒഴുക്കിൽ അങ്ങനെ ഒഴുകി പോകുന്ന ആൾക്കാരാണ്. അവർ പല കോഴ്സും സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ, ചിലപ്പോൾ ഡിഗ്രി എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ്, നിങ്ങൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഏത് കോഴ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്ത് ജോലി കിട്ടുമോ? അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ബിസിനസ്സാണ് സാറേ, പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകളുടെ സംശയങ്ങൾ. അപ്പോൾ ഏത് കോഴ്സ് എടുക്കുക? ആഫ്റ്റർ +2 ഞാൻ എന്താ ചെയ്യേണ്ടത്? ചില ആളുകൾ പിന്നെന്താ, ഒരു സയൻസ് മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ എൻട്രൻസ് എക്സാം എഴുതി നീറ്റ് JEE പോലത്തെ അഡ്മിഷൻ തന്നെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ അവർ പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് പോകുന്നത്. അതായത് MBBS, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കോഴ്സിലേക്ക് അവർ പോകുന്നത്. CUT എക്സാം എഴുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി കോഴ്സും പ്രൊഫഷണൽ കോഴ്സും എൻറ്റയർ ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. പ്രൊഫഷണൽ കോഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു എന്താ പറയുക, ഒരു മേഖലയിൽ നിങ്ങൾ പ്രാവീണ്യം തെളിയിക്കുന്ന അതാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിഗ്രി കോഴ്സും പ്രൊഫഷണൽ കോഴ്സും വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. ഡിഗ്രി പഠിച്ചാൽ എന്ത് ജോലി കിട്ടുക? ഡിഗ്രി ഒന്നുമല്ല, ഒരു എന്താ പറയുക, നിങ്ങളൊരു നിങ്ങൾക്ക് ഒരു പണി ചെയ്യാൻ അറിയും എന്ന് കാണിക്കുന്ന ഒരു ക്രൈറ്റീരിയ അല്ല നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഒരു MBBS കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇവൻ മെഡിക്കൽ മേഖലയിലേക്കാണ്, അവൻ അതിനെ പണി പഠിച്ച ആളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അത് ഏത് എഞ്ചിനീയറിംഗിലാണോ സ്പെസിഫൈ എടുത്തത് ആ മേഖല അവൻ എന്താണ്, അവൻ ടോപ്പാണെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഡിഗ്രി കോഴ്സും പ്രൊഫഷണൽ കോഴ്സും തമ്മിൽ വ്യത്യാസം പഠിച്ചേക്കാം. ഇപ്പോൾ നിങ്ങളൊരു CA എടുക്കാൻ, CA CMA കോഴ്സ് ഒക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അത് പഠിച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയെ പറ്റി ഇവനെ അറിയാം, അവനെ ആ പണിയെ പറ്റി അറിയാം, ഒരു സ്പെസിഫിക് മേഖല അവന് കഴിവുണ്ടെന്ന് കാണിക്കുന്ന സാധനമാണെന്ത്, പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന കാര്യം, നിങ്ങൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണോ ഞാൻ എടുക്കേണ്ടത്, അതിലൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ വരുത്താം. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞ പോലെ, സാർ ഏത് കോഴ്സ് ഡിഗ്രി എടുത്ത വലിയ കാര്യമുണ്ടോ? അപ്പോൾ ഡിഗ്രി എടുത്തിട്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ഒരു ഡിഗ്രി ലെവൽ PSC എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് എക്സ്പോഷർ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് പേഴ്സണലി കുറേ ഗ്രോത്ത് കിട്ടണം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് റെഡിയാക്കണം, കോളേജ് ലൈഫിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം, അതിൽ പിന്നെ ഹയർ സ്റ്റഡീസ് PG ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ B.Ed എടുത്ത് ഞാൻ ടീച്ചിങ് മേഖലയിലേക്കാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ച് ആ ലെവലിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുക, അക്കാഡമിക് വൈസ് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിഗ്രി ചൂസ് ചെയ്യാം. ഒരു സിവിൽ സർവീസ് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചിങ്ങിലേക്ക് പോകുന്ന ആൾക്കാർ, അവർക്കൊക്കെ എന്താണ് ഡിഗ്രി ഇസ് ബെസ്റ്റ്. ഡിഗ്രിയുടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു കോളേജ് ലൈഫിൽ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടും. ആ എക്സ്പോഷർ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റണം. പലപ്പോഴും കോളേജിൽ എത്തിയിട്ട് തലയിരിഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. അപ്പോൾ ഡിഗ്രി കോഴ്സിൽ അങ്ങനെ ഒരു സാധനമുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ജോലി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു +2 കഴിഞ്ഞ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, +2 കഴിഞ്ഞ് ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് ജോലി കിട്ടുക ഇൻ ദ സെൻസ് എന്ത് ചെയ്യരുത്, ആ ജോലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ടൈം പീരീഡിലേക്ക് മാത്രമായി പോകുന്ന ചെറിയ സാലറി മാത്രം കിട്ടുന്ന ജോലിയായി മാറരുത്. കാരണം നിങ്ങൾ ആഫ്റ്റർ +2 പഠിക്കുന്ന ഒരു 5 വർഷമായിരിക്കും. ആ 5 വർഷം നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കരിയറെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ചെറിയൊരു കോഴ്സ് ഒക്കെ എടുത്ത് ചെറിയ ജോലി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ജോലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ വർഷവും അപ്ഡേഷൻസ് ഓരോ മേഖല വന്നുകൊടുക്കുക. ഇന്നിപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന കോഴ്സ് 5 വർഷം കഴിഞ്ഞ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടോ എന്ന് പോലും നമുക്കറിയാത്ത, കാരണം അത്രത്തോളമാണ് മാറ്റങ്ങൾ നമ്മുടെ ലോകം സംഭവിച്ചത്. അപ്പോൾ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണണം, അതെൻ്റെ ഫ്യൂച്ചറാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് നന്നായി, അതായത് ഒരു 2-3 വർഷം കൂടി ഞാൻ ഇതിൻ്റെ മേലെ നന്നായി ഇരുന്ന് പഠിച്ച്, അപ്പോൾ എനിക്ക് നല്ലൊരു, ഇപ്പോൾ ഞാനത് എക്സാമ്പിൾ പറയാൻ കാരണം, അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും പഠനമൊക്കെ നിർത്തി അവർ മറ്റു പല ജോലിയൊക്കെ പോയി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അവരെന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ 21, 22, 23 വയസ്സ് വരെ ഞാൻ എൻ്റെ പഠനം തന്നെ ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ 23 വയസ്സിലൊക്കെ പല ജോലിക്ക് പോയ ആൾക്കാരുണ്ട്, നല്ല പൈസ ഉണ്ടാക്കി നല്ല ചില്ല ചെയ്ത് ബൈക്കൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുക, അല്ല മോനെ ഇപ്പോഴും ഇങ്ങനെ പാപ്പൻ്റെ ചിലവിൽ ജീവിക്കുകയാണോ? പക്ഷേ ഇന്ന് അവർ വാങ്ങുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു ഇൻകം എനിക്ക് ഇന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം സമയം നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചോ, അതിൻ്റെ ഗുണം നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് പഠിച്ച് സാറിന് എന്താ കിട്ടുക അങ്ങനെ ഒരു ചോദ്യം ഇല്ല. പഠിക്കാൻ വേണ്ടി പോകും, നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഒരു ജോലി നേടാൻ സാധിക്കണം. കിട്ടിയ ജോലിയിൽ നമ്മൾ ഒരു ജോലി നേടുക എന്ന് പറയുന്നത് എന്താ, നമ്മളാ പഠനമൊക്കെ കഴിഞ്ഞ് എന്തല്ല നമ്മളവിടെ ഒരു സാച്ചുറേഷനിൽ എത്തില്ല, അവിടെ നമ്മൾ ഒരുപാട് സ്കില്ലുകൾ പഠിക്കാൻ, ആ ഒരു ലേണിംഗ് ഹാബിറ്റ് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ
എവിടെ പോലും രക്ഷപ്പെടാൻ. ഇതൊക്കെ എന്താ പറയുക, ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ഇനി നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കരിയറിനെ പറ്റി ചിന്തിക്കാൻ സമയം എപ്പോഴും അധികരിച്ചിരുന്നാലും ആയിട്ടുണ്ട്. റെഡി? അപ്പോൾ ഒരു ജോലി ഓരോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇതാണ്. പെട്ടെന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇത് എൻ്റെ ലൈഫാണ്, എനിക്കിത് ആ ജോലിയിൽ നിന്ന് എനിക്ക് ഭാവിയിൽ വീണ്ടും പല കാര്യം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നണം. അപ്പോൾ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ഞാൻ ഒരു ബീഡ് കഴിഞ്ഞ് ഞാൻ ടീച്ചറായപ്പോൾ ഞാനിപ്പോൾ ടീച്ചിങ് മാത്രമല്ല, ഒരു കുട്ടിയുടെ 360 ലെവലിൽ ഒരു കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിലേക്ക് അതൊക്കെ ഞാൻ അഡീഷണലി പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ബേസിൽ നിന്നും ടീച്ചിങ് എന്ന ബേസിൽ ഞാൻ പഠിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഇവിടെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പലപ്പോഴും ഞാൻ പിന്നെ പഠിക്കുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യും, പലരും പറയും സാർ എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ടോ, ഞങ്ങൾ ബിസിനസ് ആരാന്നൊക്കെ വെറുതെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെറുതെ ചിലപ്പോൾ എന്നെ തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സാധനം വിൽക്കുന്നതാണോ? ആ വിൽക്കുന്ന കച്ചവടം തന്നെയാണ് കേട്ടോ, അത് തന്നെയാണ് കച്ചവടം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ വലിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ ബിസിനസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടേതായ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ വീട്ടിൽ ചുമ്മാ അങ്ങനെ വെറുതെ ഇരുന്ന ഒരു 9 മുതൽ 5 വരെ വർക്ക് ചെയ്ത ബിസിനസ് റൺ ചെയ്യോ? ബിസിനസ് ആണ് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു കൈയും കാലും പോലെ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ പോണ സാധനം. ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബിസിനസ് വേണ്ടി ചിന്തിക്കേണ്ടി വരും, രാവിലെയും രാത്രിയൊക്കെ ചിലപ്പോൾ ഉറക്കമില്ലാത്ത അതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് എന്താ, ഹാർഡ് വർക്ക് എന്ന് അതിനെ വിളിക്കാം. ഈ ഹാർഡ് വർക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തും കൂടി നിങ്ങൾ ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ 2 കാര്യം നിങ്ങൾക്ക്. ഒന്ന്, ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കിയ കാര്യത്തെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി നിങ്ങൾ ഡിഗ്രി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണ്, നന്നായി നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുക. ആ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതന്നെ നമുക്ക് എവിടെ ബിസിനസ്സിൽ വേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു എഫേർട്ട് ഇടാതെ കുടിയമാടിയന്മാരായി ഇരുന്നുണ്ട് കുറച്ച് അപ്പുറത്തിന് എഫേർട്ട് ഇടാന്ന് വെച്ചാൽ നടക്കുമോ? അതൊക്കെ വെറും എന്താണ്, വ്യാമോഹമാണ്. ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളെ എഫേർട്ട് നമ്മൾ എന്താണോ ചെയ്യുക അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, പഠിക്കുന്നതിന് അതിലിട്ട് കൊടുക്കുക, വേറെ എന്തെങ്കിലും അതിലിട്ട് കൊടുക്കുക. ചിലത് വർക്ക് ചെയ്യാത്ത നമുക്ക് എന്ത് ചെയ്യും, ഇത് എൻ്റെ വഴിയല്ല നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ജോലി എന്താ, ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ 1 വർഷം ജോലി ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നു, എയർപോർട്ടിൽ പോകുന്നു. അവിടെ ഞാൻ മനസ്സിലായി ദിസ് ഇസ് നോട്ട് മൈ പാഷൻ. എൻ്റെ പാഷൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ടീച്ചിങ്ങിൽ വന്ന ആളാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് വലിയൊരു ചോദ്യം. എന്താ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലി സ്കില്ല് നേടുക എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്കിൽ എന്താ സാറേ സ്കില്ല്? ഒരു പ്രത്യേക കാര്യത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുള്ളതാണ് സ്കിൽ, ഒരു പ്രത്യേക മേഖലയിൽ. ഇപ്പോൾ ചില ആളുകൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പഠിച്ചത് BEd ആണ്, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കാം, ആ കണ്ടന്റ് എങ്ങനെ ഡെലിവറി ചെയ്യാം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ കുറേ അറിവുള്ള ആൾ മാത്രമല്ല കേട്ടോ, ആ കണ്ടന്റ് ഏറ്റവും ഈസി ആയിട്ട് ഒരു കുട്ടിയിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നതാണ് ഒരു ടീച്ചറെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ അതെങ്ങനെ ഏറ്റവും മികച്ചതാക്കാം, നിലവിലെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് മികച്ചതാക്കാം. അതുപോലെ തന്നെ നിലവിലെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് എത്രത്തോളം വിദ്യാർത്ഥികളിലേക്ക് അവരെ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഞാൻ വലിയൊരു സക്സസ് എന്ന ആളല്ല, എന്നാലും എനിക്ക് അതിൽ ചില മൈൽ സ്റ്റോൺ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിലും അതൊക്കെ ഞാൻ ഇവിടെ നേടിയെടുത്ത സ്കില്ലുകളാണ്. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ റൺ ചെയ്യാം, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെ റൺ ചെയ്യാം, അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം, കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ അവരുടെ അക്കാഡമിക് ബേസ് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം. ഇത് ഞാൻ കുറച്ച് വർഷം കൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് ഞാൻ പഠിച്ചെടുത്ത് ഒരു 50% ഞാൻ സക്സസ് ആയ ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അഡീഷണൽ സ്കില്ല് പഠിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ നിങ്ങളൊരു കാർ എൻത്യൂസിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാറുമായി ബന്ധപ്പെട്ട മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങളുടെ ബിസിനസ് ഏതെല്ലാം രീതിയിലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് നമ്മൾ അഡീഷണൽ പഠിക്കുന്ന സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ല് നേടിയെടുക്കലാണ് ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ 4 വർഷം ഡിഗ്രി പഠിക്കുകയാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് ഒരു A to Z ആൾക്കാർ ആ കോളേജിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. അപ്പോൾ അവർ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ മോശം കാര്യങ്ങൾ, തെറ്റ്, ഇതൊക്കെ നമ്മളിങ്ങനെ ജീവിതത്തിൽ കാണും. അതിൽ നമുക്കൊരു ഫിൽട്ടർ ചെയ്തെടുത്ത് ശരിയായ കാര്യത്തെ നമുക്കിങ്ങനെ എടുക്കാൻ കഴിയണം. അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരു പുതിയ സ്കില്ല് നമ്മൾ പഠിക്കുകയാണ്. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു സ്കില്ലും കിട്ടുന്നില്ല, എന്നിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒന്നുമില്ലെങ്കിൽ അത് പഠനം വിളിക്കരുത്. അത് യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. അത്ര നമുക്ക് അതിനൊക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഒരു പഠിച്ചൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ അതിൽ ആ പഠിക്കാൻ മാറ്റുന്ന സമയം നിങ്ങൾ അതിനെ യൂസ്ഫുൾ ആക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് സ്കില്ല് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും പഠിച്ചൊരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ എന്താ ഞാൻ സാർ ചെയ്യുക? ഇല്ലെങ്കിലാണ് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് എന്ത് വേണം, ഒരു പാഷൻ വേണം. ഇനി നമ്മൾ ചെയ്യണം, നിങ്ങൾ പലർക്കും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 5 വർഷം കഴിഞ്ഞാൽ സാറേ ഇവിടെ എന്തൊക്കെ ഇപ്പം ഉണ്ടാവുക? അപ്പോൾ ഞാനൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാം, എന്തൊക്കെ മേഖലയാണ് ഏറ്റവും ബേസിക്? നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കുന്ന കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ടല്ലോ, അതെല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖല എല്ലാ കാലവും ഉണ്ടോ? മനുഷ്യൻ എന്ന് ഇവിടെ ഉണ്ടോ ആ കാലം മുതലേ ആരോഗ്യ മേഖല ഇവിടെ ഉണ്ട്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, മെഡിക്കൽ മരുന്നായിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, അതെല്ലാ കാലവും ഇവിടെ ഉണ്ട്.
ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അത് കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഡോക്ടർമാരെ റേഷ്യോ കൂടുതലാണെന്ന് ആളുകൾ പറയും. പക്ഷേ നഴ്സുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ആളുകൾ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നഴ്സുമാരുടെ എണ്ണം കുറവാണ്, ഡോക്ടർമാരുടെ എണ്ണം കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നഴ്സുമാർക്ക് സ്കോപ്പ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ് പിന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. മനുഷ്യനിടത്തോളം കാലം വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ യുഗത്തിലേക്ക് ആയപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഡിജിറ്റൽ യുഗത്തിൽ ക്ലാസ് എടുക്കുകയും അത് കാണുന്ന ആൾക്കാർ നിങ്ങൾ. അപ്പോൾ ഡിജിറ്റൽ മേഖല ഇറ്റ്സ് ഗുഡ്, പക്ഷേ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാലവും നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് ഈ കാര്യങ്ങൾ കൺവേ ചെയ്ത് കൊടുക്കുക എന്നുള്ള എല്ലാ കാര്യവും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഇനി എത്ര ഉണ്ടെങ്കിലും എത്ര കാര്യങ്ങളുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആയ ഒരാൾ തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് തന്നെ നമ്മളൊരു AI ഉപയോഗിച്ച് ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരാളെന്ത് ചെയ്യുന്നത് അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യാന്നുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ നിലനിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ പരമായ പല കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ജോലിയിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ സിവിൽ സർവീസ് പോലെ അതെല്ലാ കാലം നിൽക്കുന്ന ഒരു സാധനം. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ സൊല്യൂഷൻസ്, ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മേഖലയിലേക്ക് വരുന്ന പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷൻസ്, അപ്പോൾ അതൊക്കെ എന്താണ് ഞാൻ ഏറ്റവും ബേസിക് എനിക്ക് ഏറ്റവും തോന്നിയ ചില കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കൂടി ആലോചിക്കണം. അടുത്തൊരു 5 വർഷം കഴിഞ്ഞാൽ വല്ല കാര്യമാണ് ഈ ഹാൽസ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു ആഫ്റ്റർ +2 നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അതായത് ഞാൻ എന്തിനാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, ഇത് പഠിച്ചിട്ട് എനിക്ക് വല്ല ചേഞ്ച് ഉണ്ടാവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം എന്താണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്, ഞാൻ അവിടെയാണ് ഒരു വർഷക്കാലം ജോലി ചെയ്തത്. ഇപ്പോൾ കുറച്ച് ലോങ് ആണെങ്കിൽ പോലും ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് 2023 പിന്നെ എത്ര വർഷമാടാ 22 ഞാൻ 18 ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ എത്ര 26 ഏകദേശം 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി എനിക്ക് നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് തരം കോഴ്സാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു ഇഷ്ടം എന്ത്, അതൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു ഓറിയൻറ്റേഷൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ബാംഗ്ലൂരിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അവന് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പെരുന്നാളിന് കോഴിക്കോട് വലിയൊരു തുണിക്കട ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ പോയി ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റ്, അവൾ പിന്നെ ബാംഗ്ലൂർ കോളേജിൽ പിന്നെ BSW പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ സാറേ പിന്നെ സാർ എന്താ അവിടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ സാറേ ഞാൻ നിങ്ങളുടെ സാറേ ക്ലാസ്സാണ്, സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന കോളേജിൽ പിന്നെ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. പിന്നെ എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. അപ്പോൾ സാറേ ഞാൻ ഡ്രോപ്പായി, എന്താ ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ലാതായി പോയി. അപ്പോൾ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്തൊന്ന് സെറ്റായിട്ട് ഇങ്ങനെ പോകാണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസ് എത്രയാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു കുറച്ച് കാര്യങ്ങളെ പറ്റി അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു എടുത്ത് ചാടുന്നതല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നഴ്സിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ കോളേജുകളില്ലാതെ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ട് വാല്യൂ ഇല്ല. ഇപ്പോൾ നമ്മളൊരു ഏറ്റവും ചില കോളേജുകളൊക്കെ ചെറിയ ഹോസ്പിറ്റൽസുമായിട്ട് കണക്ഷനുള്ള കോളേജുകളുണ്ടാവും. അവിടെ പോയിട്ട് ഏറ്റവും നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററുള്ള മെഡിക്കൽ കോളേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചില കാലം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാനും പോകാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ വരാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുന്നത് നിങ്ങളൊരു നിഗമനത്തിലെത്തണം. ആഫ്റ്റർ +2 ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ തലയിൽ കൂടെ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ടോ അല്ലേ. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിഹാൽ സാർ, നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാം. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കണോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കിട്ടോ. ലേൺ വിത്ത് നിഹാൽ സാർ എന്ന കമ്മ്യൂണിറ്റിയുടെ പേര് കുറേ ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും എന്ത് ചെയ്യും, ഇത്തരം വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കരിയറാണ്, നമ്മൾ സമയത്ത് നമുക്ക് കിട്ടൂല, ബാക്കി എന്തും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ കരിയർ ഏറ്റവും ബെസ്റ്റ് രീതി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. കമ്മിങ് വീഡിയോസ് നിർബന്ധം നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.